രാജ്യത്തിന്റെ സുരക്ഷയും സ്ഥിരതയും നിലനിർത്തുന്നതിന് UAE ഭരണകൂടം സ്വീകരിക്കുന്ന നടപടികൾക്ക് പിന്തുണ പ്രഖ്യാപിച്ച ഒമാൻ അബുദാബിയെ ലക്ഷ്യമിട്ട് നടത്തിയ ആക്രമണത്തെ അപലപിക്കുന്നതായും സഹോദര രാഷ്ട്രത്തിന് ഐക്യദാർഢ്യം പ്രഖ്യാപിക്കുന്നതായും വിദേശകാര്യ മന്ത്രാലയം അറിയിച്ചു. അബുദാബിയിലുണ്ടായ ഹൂതി ഡ്രോൺ ആക്രമണത്തിൽ UAE സ്വീകരിക്കുന്ന എല്ലാ നടപടികൾക്കും കുവൈത്തിന്റെ പൂർണ്ണ പിന്തുണ ഉണ്ടാകുമെന്ന് കുവൈത്ത് അമീർ ഷെയ്ഖ് നവാഫ് അൽ അഹമ്മദ് അൽ ജാബർ അൽ സബ അപകടത്തിൽ മരിച്ചവർക്ക് അമീർ അനുശോചനം അറിയിച്ചു. ഹൂതികൾ നടത്തിയ ഡ്രോൺ ആക്രമണത്തെ ശക്തമായി അപലപിച്ച അമീർ മാനുഷിക തത്വങ്ങൾക്ക് വിരുദ്ധമായ ഭീകരപ്രവർത്തനമാണ് ഇതെന്നും കൂട്ടിച്ചേർത്തു. സൗദിയിൽ കോവിഡ് ബാധിച്ച് ഗുരുതരാവസ്ഥയിലായവരുടെ എണ്ണം 500-നടുത്തെത്തി. 5873 പേർക്കാണ് ഇന്ന് പുതുതായി കോവിഡ് സ്ഥിരീകരിച്ചത്. കോവിഡ് പരിശോധനയ്ക്ക് എത്തുന്നവരുടെ എണ്ണത്തിലും വർധനയുണ്ടായതായി ആരോഗ്യ മന്ത്രാലയം അറിയിച്ചു. സൗദിയിൽ കോവിഡ് പരിശോധനയ്ക്ക് എത്തുന്നവരുടെ എണ്ണത്തിൽ വൻ വർധനവാണ് കണ്ടുവരുന്നത്. കഴിഞ്ഞ 24 മണിക്കൂറിനിടെ 1,92,000-ലധികം പേർ കോവിഡ് പരിശോധന നടത്തി. ഇതിലൂടെ 5,800-ലധികം പേർക്കാണ് പുതിയതായി വൈറസ് ബാധ സ്ഥിരീകരിച്ചത്. അതിൽ 1,900-ലധികം പേരും റിയാദിലാണ്. എന്നാൽ കഴിഞ്ഞ ദിവസം മുതൽ ജിദ്ദയിലും മക്കയിലും കേസുകളിൽ നേരിയ കുറവുള്ളതായി റിപ്പോർട്ടുകൾ വ്യക്തമാക്കുന്നു. ജിദ്ദയിൽ 723 പേർക്കും മക്കയിൽ 384 പേർക്കും മാത്രമേ ഇന്ന് രോഗം സ്ഥിരീകരിച്ചിട്ടുള്ളൂ. അതേസമയം കഴിഞ്ഞ ദിവസത്തിന്റെ തുടർച്ചയായി ഇന്നും രോഗമുക്തിയിൽ വൻ വർധനവ് രേഖപ്പെടുത്തി. 4,535 പേർക്ക് ഇന്ന് രോഗം ഭേദമായിട്ടുണ്ട്. അതിൽ 1,260 പേർ റിയാദിലും 925 പേർ ജിദ്ദയിലും 467 പേർ മക്കയിലുമാണ്. എന്നാൽ ഗുരുതരാവസ്ഥയിലുള്ളവരുടെ എണ്ണം ഉയർന്ന് 454-ലെത്തി. ഇതുൾപ്പെടെ നിലവിൽ 44,000-ലധികം പേർ ചികിത്സയിലുണ്ടെന്ന് ആരോഗ്യ മന്ത്രാലയം അറിയിച്ചു. മീഡിയ 1 ജിദ്ദ. ഖത്തറിൽ പ്രതിദിന കോവിഡ് രോഗികളുടെ എണ്ണത്തിൽ കുറവ് വന്നു തുടങ്ങി. ഇന്ന് 3,816 പേർക്കാണ് രോഗം ബാധിച്ചത്. രോഗമുക്തി നിരക്കും കൂടിയിട്ടുണ്ട്. കഴിഞ്ഞ ദിവസത്തെ അപേക്ഷിച്ച് പ്രതിദിന രോഗികളിൽ 200ഓളം പേരുടെ കുറവാണ് രേഖപ്പെടുത്തിയത്. 3,816 പേർക്കാണ് രോഗം സ്ഥിരീകരിച്ചത്. ഇതിൽ 3,501 പേരും സമ്പർക്ക രോഗികളാണ്. അതേസമയം രോഗമുക്തി നിരക്കിലും വലിയ വർധനയുള്ളത് ആശ്വാസമാണ്. 24 മണിക്കൂറിനിടെ 3,400ഓളം പേർക്കാണ് കോവിഡ് നെഗറ്റീവായത്. 42,144 കോവിഡ് രോഗികളാണ് ഇപ്പോൾ ഖത്തറിലുള്ളത്. ഇന്ന് 3 മരണവും സ്ഥിരീകരിച്ചു. ഇതോടെ ഖത്തറിൽ ആകെ കോവിഡ് മരണങ്ങൾ 630-ആയി. മീഡിയ 1 ദോഹ. കുവൈത്തിൽ ഇന്ന് കോവിഡ് മുക്തി നിരക്കിൽ റെക്കോർഡ് വർധന രേഖപ്പെടുത്തി. കഴിഞ്ഞ 24 മണിക്കൂറിനിടെ 4,021 പേർക്കാണ് രോഗം ഭേദമായത്. 4,825 പേർക്ക് പുതുതായി കോവിഡ് സ്ഥിരീകരിച്ചതായും ആരോഗ്യ മന്ത്രാലയം അറിയിച്ചു. ഇതോടെ കോവിഡ് ബാധിതരുടെ ആകെ എണ്ണം 44,158-ആയി. 15% TPR. 296 പേർ കോവിഡ് വാർഡുകളിലും 37 പേർ തീവ്രപരിചരണ വിഭാഗത്തിലും ചികിത്സയിലാണ്. ഇന്ന് 2 മരണവും റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. കുവൈത്തിൽ ബൂസ്റ്റർ ഡോസ് നിർബന്ധമാക്കിയ നടപടിയിൽ ഇളവ് അനുവദിക്കാൻ ശുപാർശ. കൊറോണ എമർജൻസി സുപ്രീം കമ്മിറ്റിയാണ് ബൂസ്റ്റർ ഡോസ് എടുക്കാത്തവർക്കും രാജ്യത്തേക്ക് പ്രവേശനം അനുവദിക്കണമെന്ന നിർദ്ദേശം മന്ത്രിസഭയ്ക്ക് സമർപ്പിച്ചത്. പല വിദേശ രാജ്യങ്ങളിലും ബൂസ്റ്റർ ഡോസ് വിതരണം ആരംഭിക്കാത്ത പശ്ചാത്തലത്തിലാണ് ഈ നടപടി. കോവിഡ് പ്രതിരോധ വാക്സിന്റെ 2ാമത്തെ ഡോസ് എടുത്ത് 9 മാസം പൂർത്തിയാക്കിയവർക്ക് ബൂസ്റ്റർ ഡോസ് നിർബന്ധമാക്കിക്കൊണ്ട് നേരത്തെ മന്ത്രിസഭ തീരുമാനമെടുത്തിരുന്നു. ഇതനുസരിച്ച് കാലാവധി എത്തിയിട്ടും ബൂസ്റ്റർ ഡോസ് എടുക്കാത്തവരുടെ ഇമ്മ്യൂൺ സ്റ്റാറ്റസ് നഷ്ടമാകും. വിദേശികൾക്ക് രാജ്യത്തേക്ക് പ്രവേശിക്കാനും സ്വദേശികൾക്ക് വിദേശയാത്ര നടത്താനും ഇമ്മ്യൂൺ സ്റ്റാറ്റസ് നിർബന്ധമാണ്. പല വിദേശ രാജ്യങ്ങളിലും ബൂസ്റ്റർ ഡോസ് വിതരണം ആരംഭിച്ചിട്ടില്ല. ഇക്കാര്യം കണക്കിലെടുത്താണ് 2ാമത്തെ ഡോസ് സ്വീകരിച്ച് 9 മാസം പൂർത്തിയാക്കിയവർക്ക് ബൂസ്റ്റർ ഡോസ് നിബന്ധനയില്ലാതെ രാജ്യത്തേക്ക് പ്രവേശനം അനുവദിക്കാൻ ശുപാർശ സമർപ്പിച്ചതെന്ന് കൊറോണ പ്രതിരോധ ായുള്ള ഉന്നത സമിതി അധ്യക്ഷൻ ഡോക്ടർ ഖാലിദ് അൽ ജാറല്ല പറഞ്ഞു. വാക്സിനേഷൻ രംഗത്ത് കുവൈത്ത് ഏറെ മുന്നേറിയതുകൊണ്ടാണ് കോവിഡിന്റെ 3ാം തരംഗത്തിൽ ലോക്ഡൌൺ പോലുള്ള കടുത്ത നിയന്ത്രണങ്ങൾ ഒഴിവാക്കാൻ സഹായകമായതെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. അതിനിടെ ഒമിക്രോൺ പശ്ചാത്തലത്തിൽ റെഡ് ലിസ്റ്റിൽ ഉൾപ്പെടുത്തിയിരുന്ന 9 ആഫ്രിക്കൻ രാജ്യങ്ങളിൽ നിന്ന് വാണിജ്യ വിമാന സർവീസുകൾ പുനരാരംഭിക്കാൻ മന്ത്രിസഭ അനുമതി നൽകി. സൗത്ത് ആഫ്രിക്ക, നമീബിയ, സിംബാബ്വെ തുടങ്ങിയ 9 രാജ്യങ്ങളിൽ നിന്നുള്ള സർവീസുകൾക്കാണ് അനുമതി. കൊറോണ എമർജൻസി സുപ്രീം കമ്മിറ്റി നിശ്ചയിച്ച മാനദണ്ഡങ്ങൾക്കനുസൃതമായി സർവീസുകൾ ക്രമീകരിക്കാൻ DGCA ഉൾപ്പെടെയുള്ള വകുപ്പുകൾക്ക് സർക്കാർ നിർദ്ദേശം നൽകിയതായാണ് വിവരം. മീഡിയ 1 കുവൈറ്റ് സിറ്റി. സൗദിയിൽ ബൂസ്റ്റർ ഡോസ് എടുക്കാത്തവർക്ക് ആരോഗ്യ മന്ത്രാലയത്തിന്റെ മുന്നറിയിപ്പ്. ബൂസ്റ്റർ എടുക്കാത്തവർക്ക് അടുത്ത മാസം മുതൽ തവൽക്കന ആപ്പിൽ ഇമ്മ്യൂൺ സ്റ്റാറ്റസ് നഷ്ടമാകും. 2ാം ഡോസ് എടുത്ത് 8 മാസം പിന്നിട്ടിട്ടും ബൂസ്റ്റർ ഡോസ് എടുക്കാത്തവർക്കാണ് ഇമ്മ്യൂൺ സ്റ്റാറ്റസ് നഷ്ടമാവുക. കോവിഡ് വാക്സിന്റെ 2ാം ഡോസ് എടുത്ത് 6 മാസം പൂർത്തിയാക്കിയവർക്കായിരുന്നു നേരത്തെ സൗദിയിൽ ബൂസ്റ്റർ ഡോസ് നൽകിയിരുന്നത്. എന്നാൽ രാജ്യത്ത് ഒമിക്രോൺ വ്യാപനം വർദ്ധിച്ചതോടെ ബൂസ്റ്റർ ഡോസ് ലഭിക്കുന്നതിനുള്ള ഇടവേള 3 മാസമാക്കി കുറച്ചു.
രണ്ടാം ഡോസ് സ്വീകരിച്ച് 8 മാസം പിന്നിടുന്നതിന് മുമ്പ് ബൂസ്റ്റർ ഡോസ് എടുക്കാത്തവരുടെ ഇമ്മ്യൂൺ പദവി നഷ്ടമാകുമെന്ന് ആരോഗ്യ മന്ത്രാലയം ആവർത്തിച്ചു വ്യക്തമാക്കി. ഫെബ്രുവരി 1 മുതലാണ് ഈ ചട്ടം പ്രാബല്യത്തിൽ വരിക. ഇതോടെ നിലവിൽ തവക്കൽന ആപ്പിൽ ഇമ്മ്യൂൺ പദവിയുള്ള പലർക്കും അടുത്ത മാസം മുതൽ ഇമ്മ്യൂൺ പദവി അപ്രത്യക്ഷമാകും. ഇവർക്ക് ജോലിക്ക് ഹാജരാകുവാനോ പൊതുസ്ഥലങ്ങളിൽ പ്രവേശിക്കുവാനോ അനുവാദമുണ്ടാകില്ല. ഇതൊഴിവാക്കുന്നതിനായി രണ്ടാം ഡോസ് സ്വീകരിച്ച് 8 മാസം പൂർത്തിയാകുന്നതിന് മുമ്പ് തന്നെ ബൂസ്റ്റർ ഡോസ് എടുക്കണമെന്ന് ആരോഗ്യ മന്ത്രാലയം ഓർമ്മിപ്പിച്ചു. രണ്ടാം ഡോസ് സ്വീകരിച്ച് 8 മാസം പൂർത്തിയാകാത്തവർ ബൂസ്റ്റർ ഡോസ് എടുത്തിട്ടില്ലെങ്കിലും ഇമ്മ്യൂൺ പദവി നഷ്ടമാകില്ല. എന്നാൽ കോവിഡ് ബാധ മൂലമുള്ള പ്രത്യാഘാതങ്ങൾ ഒഴിവാക്കുന്നതിനായി വേഗത്തിൽ ബൂസ്റ്റർ ഡോസ് എടുക്കുന്നതാണ് നല്ലതെന്നും ആരോഗ്യ മന്ത്രാലയം അറിയിച്ചു. രാജ്യത്ത് ഇതുവരെ 55.5 ലക്ഷത്തിലധികം പേർ ബൂസ്റ്റർ ഡോസ് എടുത്തിട്ടുണ്ട്. ഗഫൂർ കൊണ്ടോട്ടി, മീഡിയ 1, ജിദ്ദ. സൗദിയുടെ സമ്പദ് വ്യവസ്ഥ ഏറ്റവും ഉയർന്ന വളർച്ചാ നിരക്ക് രേഖപ്പെടുത്തി. കഴിഞ്ഞ വർഷത്തെ അവസാന പാദ റിപ്പോർട്ടിലാണ് 11% മുകളിൽ വളർച്ച രേഖപ്പെടുത്തി റെക്കോർഡിട്ടത്. G20 രാജ്യങ്ങൾക്കിടയിലെ ഏറ്റവും കൂടിയ വളർച്ചാ നിരക്കാണ് സൗദി സമ്പദ്ഘടന നേടിയത്. പോയ വർഷത്തെ സാമ്പത്തിക റിപ്പോർട്ടിലാണ് സൗദി സമ്പദ് വ്യവസ്ഥയ്ക്ക് ഏറ്റവും ഉയർന്ന വളർച്ചാ നിരക്ക് രേഖപ്പെടുത്തിയത്. 2021 അവസാന പാദത്തിൽ വളർച്ചാ നിരക്ക് 11.1%-ലെത്തിയതായി IHS മാർക്കറ്റിംഗ് സൂചിക വ്യക്തമാക്കുന്നു. G20 രാജ്യങ്ങൾക്കിടയിൽ ഏറ്റവും കൂടുതൽ വളർച്ച നേടിയ രാജ്യമായി സൗദി അറേബ്യ ഇതോടെ മാറി. തൊട്ടുപിറകിലുള്ള ഇറ്റലിയേക്കാൾ 4.5% വ്യത്യാസത്തിലാണ് നേട്ടം. കോവിഡിനെ തുടർന്നുണ്ടായ പ്രതിസന്ധിയും എണ്ണവിലയിലെ ഇടിവും നിരവധി രാജ്യങ്ങളെ സാമ്പത്തിക ഞെരുക്കത്തിലാക്കിയപ്പോൾ സൗദി അറേബ്യ ആവിഷ്കരിച്ച പുതിയ പദ്ധതികൾ പ്രതിസന്ധികളെ അതിജീവിക്കുന്നതിൽ വലിയ സ്വാധീനം ചെലുത്തി. ആഗോളതലത്തിൽ കോവിഡും അനുബന്ധ പ്രതിസന്ധികളും തൊഴിൽ മേഖലകളിൽ കാര്യമായ ആഘാതം സൃഷ്ടിച്ചപ്പോൾ സൗദിയിൽ സ്വകാര്യ മേഖലയിലെ തൊഴിലവസരങ്ങൾ എക്കാലത്തെയും ഉയർന്ന നിലയിൽ എത്തി. സമ്പദ് വ്യവസ്ഥയുടെ വൈവിധ്യവൽക്കരണവും എണ്ണയെ ആശ്രയിക്കുന്നത് കുറയ്ക്കുന്നതിനുള്ള ശ്രമങ്ങളും ഫലപ്രദമായി. എണ്ണ ഇതര കയറ്റുമതി മൂല്യം 95 ബില്യൺ റിയാലായി ഉയർന്നതും GDP വളർച്ചയ്ക്ക് നേട്ടമായി. നൌഷാദ് രിക്കൂർ, മീഡിയ 1, ദമ്മാം. ടെക് ഭീമന്മാരായ സാംസങ്ങും LGയും സൗദിയിൽ റീജിയണൽ ആസ്ഥാനം തുറക്കും. സൗദിയിൽ കൊറിയൻ പ്രസിഡന്റിന്റെ സന്ദർശനത്തിന്റെ ഭാഗമായിട്ടാണ് കരാർ ഒപ്പുവെച്ചിട്ട്. മിഡിൽ ഈസ്റ്റ് പര്യടനത്തിന്റെ ഭാഗമായി ഔദ്യോഗിക സന്ദർശനത്തിനായി റിയാദിലെത്തിയതാണ് ദക്ഷിണ കൊറിയൻ പ്രസിഡന്റ് മൂൺ ജെ ഇൻ. സൗദി കിരീടാവകാശി മുഹമ്മദ് ബിൻ സൽമാൻ രാജകുമാരൻ ഊഷ്മളമായാണ് സ്വീകരിച്ചത്. ആരോഗ്യ പരിപാലനം, ശാസ്ത്രം, സാങ്കേതിക വിദ്യ എന്നിവ ഉൾപ്പെടെയുള്ള കാര്യങ്ങളിൽ ഇരു രാജ്യങ്ങളും തമ്മിലുള്ള ഉഭയകക്ഷി സഹകരണം വർദ്ധിപ്പിക്കും. ഇതിനുള്ള മാർഗങ്ങൾ ദക്ഷിണ കൊറിയൻ പ്രസിഡന്റ് മൂൺ ജെ സൗദി കിരീടാവകാശിയുമായി ചർച്ച ചെയ്യും. ലോക പൈതൃക പട്ടികയിൽ ഉൾപ്പെടുത്തിയ ചരിത്ര നഗരമായ ദിരിയ കൊറിയൻ പ്രസിഡന്റ് സന്ദർശിക്കും. സന്ദർശനത്തിന്റെ ഭാഗമായി ടെക് ഭീമന്മാരായ സാംസങ്, LG എന്നീ കമ്പനികൾ സൗദിയിൽ പ്രാദേശിക ആസ്ഥാനം തുറക്കാനുള്ള കരാർ കൈമാറി. സ്റ്റീൽ കമ്പനിയായ പോസ്കോയും സൗദിയിൽ ഓഫീസ് തുറക്കും. മീഡിയ 1, റിയാദ്. തൊഴിലാളികൾക്ക് സുരക്ഷിതമായ താമസ സൗകര്യമൊരുക്കുന്നതിന് ഓൺലൈൻ സംവിധാനവുമായി UAE. ആരോഗ്യ സുരക്ഷാ മാർഗനിർദ്ദേശങ്ങൾ പാലിക്കുന്നുണ്ടെന്ന് ഉറപ്പാക്കാൻ പുതിയ സംവിധാനം കെട്ടിട ഉടമകളെ തൊഴിലുടമകളുമായി ബന്ധിപ്പിക്കുമെന്ന് ഹ്യൂമൻ റിസോഴ്സ് ആൻഡ് എമിറേറ്റൈസേഷൻ മന്ത്രാലയം അറിയിച്ചു. ജീവനക്കാർക്ക് മികച്ച സൗകര്യം ഉറപ്പുവരുത്താനുള്ള നീക്കത്തിന്റെ കൂടി ഭാഗമായാണ് പുതിയ നടപടി. മന്ത്രാലയത്തിന്റെ വെബ്സൈറ്റായ mohre.gov.ae-ൽ താമസ സൗകര്യം രജിസ്റ്റർ ചെയ്യണം. അതുപയോഗിച്ച് തൊഴിലുടമകൾക്ക് യോജിച്ച സ്ഥലങ്ങൾ കണ്ടെത്താൻ സൗകര്യമൊരുക്കും. തൊഴിലുടമകൾക്ക് വാടകയ്ക്ക് നൽകിയ താമസ സ്ഥലം രജിസ്റ്റർ ചെയ്യാനും പോർട്ടൽ മുഖേന തങ്ങളുടെ ജീവനക്കാരെ ഇതിൽ ചേർക്കാനും സാധിക്കും. മന്ത്രാലയത്തിന്റെ മാർഗനിർദ്ദേശപ്രകാരം ഓരോ വ്യക്തിക്കും കുറഞ്ഞത് 3 ചതുരശ്ര മീറ്റർ സ്ഥലമെങ്കിലും താമസ സ്ഥലത്ത് ഉണ്ടായിരിക്കണം. നല്ല വെളിച്ചമുള്ളതും എയർ കണ്ടീഷൻ ചെയ്തതും നന്നായി വായുസഞ്ചാരമുള്ളതുമായിരിക്കണം താമസ സൗകര്യം. അലക്കാനും പാചകം ചെയ്യാനും ഭക്ഷണത്തിനും ഇത്തരം മുറികൾ ഉപയോഗിക്കുന്നതിന് വിലക്കുണ്ട്. തീപിടുത്തം പ്രതിരോധിക്കാനുള്ള സംവിധാനങ്ങൾ ഇവിടെ ഏർപ്പെടുത്തണം. താമസിക്കുന്നവർക്ക് ഡൈനിങ് ഹാളും വൃത്തിയുള്ള അടുക്കളയും കുടിവെള്ളത്തിനായി ഫിൽറ്റർ ചെയ്ത കൂളറുകളും ഏർപ്പെടുത്തണം. ഗ്യാസ് സിലിണ്ടറുകൾ സൂക്ഷിക്കുന്നതിന് സുരക്ഷിതമായ ഇടം ഉണ്ടായിരിക്കണം. മെഡിക്കൽ സർവീസ് റൂം, പ്രാർത്ഥനാമുറി, ലോണ്ടറി റൂം എന്നിവയും കെട്ടിടത്തിൽ ഒരുക്കിയിരിക്കണം. എല്ലാവർക്കും ബെഡ് നൽകിയിരിക്കണം. ഓരോ 8 പേർക്കും ഒരു ബാത്റൂം എന്ന നിലയിലെങ്കിലും സൗകര്യം ഏർപ്പെടുത്തണമെന്നും മന്ത്രാലയം നിർദ്ദേശിച്ചു.
മീഡിയ 1 ദുബൈ. സൗദിയിൽ ബിനാമി സ്ഥാപനങ്ങൾ നടത്തുന്നവർക്ക് പദവി ശരിയാക്കാനുള്ള കാലാവധി ഫെബ്രുവരി 16 അവസാനിക്കും. ഇതിനു മുന്നോടിയായി 100 കണക്കിന് സ്ഥാപനങ്ങളാണ് സൗദിയിൽ നിക്ഷേപകരായി മാറിയത്. ഇതിന് സഹായവുമായി മലയാളി കൺസൾട്ടൻസികളും രംഗത്തുണ്ട്. സ്പോൺസറുടെ സഹായമില്ലാതെ സ്വന്തം നിലയ്ക്ക് ബിസിനസ് നടത്താമെന്നതാണ് പദ്ധതിയുടെ ഗുണം. ലൈസൻസ് കരസ്ഥമാക്കിയിട്ടുള്ള സൗദികളുമായി ചേർന്നോ സ്വന്തം നിലയ്ക്കോ സ്ഥാപനം നടത്താം. സ്വന്തം പാക്കേജ് കാണാം. സൗദിയിലെ വിദേശികളുടെ സ്ഥാപനങ്ങളിൽ നല്ലൊരു പങ്കും ബിനാമി ബിസിനസ്സാണ്. ഇതു കണ്ടെത്തിയതിന്റെ അടിസ്ഥാനത്തിലാണ് സൗദിയിലെ നിക്ഷേപ മന്ത്രാലയത്തിന് കീഴിൽ വിദേശികൾക്ക് പദവി ശരിയാക്കാൻ സമയം അനുവദിച്ചത്. ഇവർക്ക് ബിനാമി ബിസിനസ് അവസാനിപ്പിച്ച് നിക്ഷേപ മന്ത്രാലയത്തിന്റെ സഹായത്തോടെ നിക്ഷേപകരാകാം. 2022 ഫെബ്രുവരി 16 വരെ തിരുത്തൽ കാലയളവാണ്. ഇതിനുള്ളിൽ ബിനാമി പദവി ശരിയാക്കണം. ഇതിനായി നേരത്തെ അറിയിച്ചിരുന്ന കർശന ചട്ടങ്ങൾ പലതും ഒഴിവാക്കിയിട്ടുണ്ട്. 2 രീതിയിലാണ് ബിനാമി ബിസിനസ് സ്ഥാപനങ്ങൾക്ക് പദവി ശരിയാക്കാൻ അവസരം. ഒന്ന് സേവന മേഖലയും രണ്ടാമത്തേത് കച്ചവട മേഖലയുമാണ്. റെസ്റ്റോറന്റ്, കാർഗോ, വർക്ക്ഷോപ്പ് അടക്കമുള്ളവ സേവന മേഖലയിലാണ് വരിക. ഈ മേഖലയിൽ എളുപ്പത്തിൽ തന്നെ ലൈസൻസ് കരസ്ഥമാക്കാനാകും. ഇപ്പോൾ ലോജിസ്റ്റിക്സ്, IT, ഇവന്റ്സ്, ഹോട്ടൽ മാനേജ്മെന്റ്, റെസ്റ്റോറൻറ്റ്സ്, ഹോസ്പിറ്റൽസ്, അക്കൗണ്ടിങ് ഫെസിലിറ്റീസ്, അങ്ങനത്തെ ഏതും സർവീസ് ഇൻഡസ്ട്രിയിൽ പെടും. അതൊക്കെ നമുക്ക് ചെയ്യാൻ പറ്റും. നമ്മളെ കമ്പനി സർവീസ് ഇൻഡസ്ട്രി ആയതുകൊണ്ടാണ് നമുക്ക് ഇത്ര ഫ്ലെക്സിബിൾ ആയത്. അതായത് ഡോക്യുമെന്റേഷനും വളരെ കുറവാണ്. 100 കണക്കിന് സ്ഥാപനങ്ങൾ ഇത്തരത്തിൽ പദവി മാറ്റി സ്ഥാപനം സ്വന്തം പേരിലാക്കി കഴിഞ്ഞു. ആദ്യം നിക്ഷേപകരായി CR എടുക്കുന്നവർക്ക് മറ്റു ചിലവുകളില്ലാതെ തന്നെ കൂടുതൽ മേഖലയിൽ പ്രവർത്തിക്കാനും കഴിയും. പിന്നെ ഇതിലുള്ള വേറെ അഡ്വാൻറ്റേജ് എന്താ വെച്ചാൽ നമ്മളിപ്പോൾ ഒരു ഇൻവെസ്റ്റ്മെന്റ് കമ്പനി ഇവിടെ ഫോം ചെയ്തതിന് ശേഷം നമുക്ക് അതിൻ്റെ കീഴിൽ ബ്രാഞ്ച് CR എടുക്കാം. ഫോർ എക്സാമ്പിൾ നമ്മളെ ആക്ടിവിറ്റി ലോജിസ്റ്റിക്സ് ആണെങ്കിൽ തന്നെ നമ്മൾ ഇനീഷ്യലി നമ്മളുടെ CRൽ ലോജിസ്റ്റിക്സ് ആക്ടിവിറ്റിയാണ് CRൽ വരിക. പിന്നെ അതിനുശേഷം നമുക്കൊരു ബ്രാഞ്ച് CRന് അപ്ലൈ ചെയ്യാം. അതിൽ വേണമെങ്കിൽ ഒന്നെങ്കിൽ ഹോട്ടൽ മാനേജ്മെന്റോ അല്ലെങ്കിൽ ഹോസ്പിറ്റൽ മാനേജ്മെന്റോ അല്ലെങ്കിൽ റിലേറ്റഡ് ആയിട്ടുള്ള നമുക്ക് സ്കോപ്പ് ഉണ്ടെന്ന് തോന്നുന്നു അല്ലെങ്കിൽ നമുക്കറിയാവുന്ന ഫീൽഡിലുള്ള ഏതെങ്കിലും ഒരു ആക്ടിവിറ്റി നമുക്ക് ചെയ്യണമെന്നുണ്ടെങ്കിൽ നമുക്കൊരു ബ്രാഞ്ച് CR എടുക്കാൻ വളരെ എളുപ്പമാണ്. വേറെ ഫോർമാലിറ്റീസ് ഒന്നുമില്ല. ഈ ഒരു അഡീഷണൽ CR എടുക്കാനുള്ള അഡീഷണൽ ആയിട്ടുള്ള ബ്രാഞ്ച് CR എടുക്കാനുള്ള ആ ഒരു ചെറിയ ഫീസേ വരുന്നുള്ളൂ. സ്പോൺസറുടെയോ മറ്റോ സഹായമില്ലാതെ നേരിട്ട് ബിസിനസ് നടത്താനാകുമെന്നതാണ് പ്രധാനപ്പെട്ട ഗുണം. സൗദിയിൽ ദീർഘകാലം ബിസിനസ് ആഗ്രഹിക്കുന്നവർക്കുള്ള സുവർണാവസരം കൂടിയാണ് തിരുത്തൽ കാലയളവ്. കച്ചവട മേഖലയിലാണ് കർശനമായ ചട്ടങ്ങൾ ഉണ്ടായിരുന്നത്. കൂടുതൽ സ്ഥാപനങ്ങൾക്ക് അവസരം നൽകാൻ ഇതിലും ഇപ്പോൾ മാറ്റം വരുത്തിയിട്ടുണ്ട്. മൂലധനമായി നിശ്ചയിച്ചിരുന്ന പരിധിയും ഇളവുകളോടെ മാറ്റം വരുത്തി. ഒപ്പം രാജ്യത്ത് നിക്ഷേപകരാകുന്നവർക്ക് നിയമവും ചട്ടവും കൂടുതൽ സുതാര്യമാക്കുമെന്ന് നിക്ഷേപ മന്ത്രി കഴിഞ്ഞ ദിവസം അറിയിച്ചിരുന്നു. ഇതിനകം 100 കണക്കിന് മലയാളി സ്ഥാപനങ്ങൾ തന്നെയും ബിനാമി ബിസിനസ് ഉപേക്ഷിച്ച് സൗദിയിൽ നിക്ഷേപ ലൈസൻസ് നേടിക്കഴിഞ്ഞു. നിലവിൽ സൗദി അറേബ്യയിൽ നമുക്ക് എല്ലാവർക്കും അറിയുന്നത് പോലെ സാഗിയുമായി ബന്ധപ്പെട്ട അല്ലെങ്കിൽ ബിനാമി പദവി ശരിയാക്കുന്നതുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ വളരെ ചൂടുപിടിച്ച് നടക്കുന്ന സമയമാണ്. ഈ സമയത്ത് രാസൻ ഹാമിദ് അതിൻ്റെ എല്ലാ റിസോഴ്സുകളും ഉപയോഗിച്ചുകൊണ്ട് കച്ചവടക്കാരെ സഹായിക്കുന്നതിനായി ആ സർവീസിലും കൂടി നമ്മൾ ആൾക്കാരെ ഗൈഡ് ചെയ്യുന്നുണ്ട്. അപ്പോൾ സൗദി അറേബ്യയിൽ ഞങ്ങൾ ഫൈനാൻഷ്യൽ കൺസൾട്ടൻസി മേഖലയിൽ ഓഡിറ്റിംഗ് പോലെയുള്ള, അക്കൗണ്ടിംഗ് പോലെയുള്ള, ടാക്സ് കൺസൾട്ടൻസി പോലെയുള്ള വിഷയങ്ങളിൽ മാനേജ്മെൻറ്റിനെ സപ്പോർട്ട് ചെയ്യുന്നതോടൊപ്പം തന്നെ ഇപ്പോൾ നിലവിലുള്ള നിയമപരമായൊക്കെ ബന്ധപ്പെട്ട അല്ലെങ്കിൽ ബിസിനസ് ലീഗലൈസ് ചെയ്യുന്നതുമായി ബന്ധപ്പെട്ട് അവർക്ക് ആവശ്യമായ നിർദ്ദേശങ്ങളും സർവീസുകളും സപ്പോർട്ടുകളും രാസൻ ഹാമിദ് നൽകിക്കൊണ്ടിരിക്കുന്നു. സ്പോൺസർമാർക്ക് ഭീമമായ സംഖ്യ നൽകിപ്പോന്ന പലരും ഇത്തരത്തിൽ ഔദ്യോഗിക ലൈസൻസ് കരസ്ഥമാക്കിയിട്ടുണ്ട്. സൗദികളുമായി ചേർന്നോ സ്വന്തം നിലക്കോ സ്ഥാപനം നടത്താം. സ്വന്തം നിലക്ക് സ്ഥാപനം നടത്താൻ തയ്യാറാകുന്നവർക്ക് പ്രീമിയം ഇഖാമയും നൽകുന്നുണ്ട്. ഇതുവഴി കുടുംബത്തിന് ലെവിയില്ലാതെയും സൗദിയിൽ തുടരാനാകും. ഫെബ്രുവരിക്ക് ശേഷം 2 ദശലക്ഷത്തിലധികം വാർഷിക വരുമാനം സൃഷ്ടിക്കുന്ന സ്ഥാപനങ്ങളിൽ ആദ്യഘട്ട പരിശോധനയുണ്ടാകും. ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസിന്റെ സഹായത്തോടെ 2023 നികുതി വെട്ടിപ്പ് തടയാനുള്ള പരിശോധനയും തുടങ്ങുന്നുണ്ട്. ഇതോടെ ബിനാമി ബിസിനസ്സുകളും തിരിച്ചറിയാൻ സഹായകരമാകുമെന്ന് സക്കാത്ത് ആൻഡ് ടാക്സ് അതോറിറ്റി അറിയിച്ചിരുന്നു. ഫെബ്രുവരി 16 ശേഷം പദവി ശരിയാക്കാൻ എത്തുന്നവർക്ക് എളുപ്പമാകില്ല കാര്യങ്ങൾ. ഒപ്പം ബിനാമി ബിസിനസ് പിടിക്കപ്പെട്ടാൽ വൻതുക പിഴയും ആജീവനാന്ത വിലക്കുമുണ്ടാകും. ഇത് മുന്നിൽ കണ്ടാണ് മലയാളി സ്ഥാപനങ്ങൾ വേഗത്തിൽ പദവി ശരിയാക്കിയെടുക്കുന്നതും. അഫ്താബ് റഹ്മാൻ, മീഡിയ 1, റിയാദ്. സാമൂഹ്യ മാധ്യമങ്ങളിൽ വ്യാജ പ്രചരണം നടത്തുന്നവർക്ക് മുന്നറിയിപ്പുമായി സൗദി പബ്ലിക് പ്രോസിക്യൂഷൻ. റിയാദ് സീസൺ പരിപാടികളുമായി ബന്ധപ്പെട്ട സോഷ്യൽ മീഡിയയിൽ വ്യാജ പ്രചരണം നടന്ന സാഹചര്യത്തിലാണ് മുന്നറിയിപ്പ്. സംഭവവുമായി ബന്ധപ്പെട്ട അന്വേഷണം നടന്നുവരുന്നതായും പ്രതികൾക്കെതിരെ നടപടി സ്വീകരിക്കുമെന്നും ബന്ധപ്പെട്ടവർ അറിയിച്ചു. സൗദിയിൽ സമൂഹമാധ്യമങ്ങൾ ദുരുപയോഗം ചെയ്യുന്നത് ക്രിമിനൽ കുറ്റമാണ്.
രാജ്യത്ത് സംഘടിപ്പിച്ചു വരുന്ന ഔദ്യോഗിക പരിപാടികളെക്കുറിച്ച് കിംവദന്തികളും തെറ്റായ വാർത്തകളും പ്രചരിപ്പിക്കുന്നതും ശിക്ഷാർഹമായ ക്രിമിനൽ കുറ്റമായി പരിഗണിക്കും. കഴിഞ്ഞ ദിവസം റിയാദ് സീസണിന്റെ ഭാഗമായി നടന്നുവന്ന പരിപാടികൾ മഴയെ തുടർന്ന് റദ്ദാക്കിയതുമായി ബന്ധപ്പെട്ട് ട്വിറ്റർ ഉൾപ്പെടുന്ന സമൂഹമാധ്യമങ്ങളിൽ തെറ്റായ വാർത്തകൾ പ്രചരിച്ചിരുന്നു. പരിപാടി റദ്ദാക്കിയതോടെ നിരവധി പേരെ കാണാതായെന്നാണ് പ്രചരണം. എന്നാൽ ഇവരെ സുരക്ഷയുടെ ഭാഗമായി പ്രത്യേക ഇടങ്ങളിലേക്ക് മാറ്റിയതായിരുന്നു യഥാർത്ഥ സംഭവം. ഇതിനെതിരെ വ്യാജ പ്രചരണം നടത്തിയവർക്കെതിരെ നടപടി സ്വീകരിച്ചു വരുന്നതായും കിംവദന്തികൾ പ്രചരിപ്പിക്കുന്നതിൽ പങ്കാളികളായവരെ വിളിച്ചുവരുത്തി ക്രിമിനൽ നടപടിക്രമങ്ങൾ പൂർത്തിയാക്കി വരികയാണെന്നും പ്രോസിക്യൂഷൻ അറിയിച്ചു. ഇവർക്ക് കുറ്റം തെളിയിക്കപ്പെട്ടാൽ 5 വർഷം വരെ തടവും 3 ദശലക്ഷം റിയാൽ വരെ പിഴയും ചുമത്തും. ഒപ്പം കുറ്റകൃത്യങ്ങൾക്കുപയോഗിച്ച ഉപകരണങ്ങളും മറ്റും കണ്ടുകെട്ടുകയും ചെയ്യും. കിംവദന്തികളും നുണകളും പ്രചരിപ്പിക്കുന്നത് സൗദിയിൽ അറസ്റ്റ് ചെയ്യപ്പെടാവുന്ന കുറ്റകൃത്യമാണ്. ഇതിനുപയോഗിക്കുന്ന അക്കൗണ്ടുകൾ വിദേശത്തു നിന്ന് കൈകാര്യം ചെയ്യുന്നതാണെങ്കിൽ അതിന്റെ ഗൗരവം വർദ്ധിക്കും. ഇത്തരക്കാർക്ക് രാജ്യത്തെ നിയമസംഹിത അനുശാസിക്കുന്ന പരമാവധി ശിക്ഷ ലഭിക്കുമെന്നും സൗദി പബ്ലിക് പ്രോസിക്യൂഷൻ മുന്നറിയിപ്പ് നൽകി. നൌഷാദ് രിക്കൂർ, മീഡിയ 1, ദമ്മാം. 2022 ലോകകപ്പ് ഫുട്ബോൾ മത്സരങ്ങൾ കാണാനുള്ള ടിക്കറ്റുകൾ നാളെ മുതൽ ബുക്ക് ചെയ്യാം. ഓൺലൈൻ വഴിയാണ് ടിക്കറ്റ് ബുക്ക് ചെയ്യേണ്ടത്. കൂടുതൽ വിശദാംശങ്ങൾ ഫിഫ നാളെ പുറത്തുവിടും. ആരാധകരുടെ കാത്തിരിപ്പ് അവസാനിക്കുകയാണ്. ഖത്തർ വിരുന്നൊരുക്കുന്ന ലോകകപ്പ് കാർണിവലിലേക്ക് നാളെ മുതൽ ടിക്കറ്റുകൾ ബുക്ക് ചെയ്യാം. വിശദാംശങ്ങൾ പൂർണ്ണമായും ഫിഫ ഇതുവരെ പുറത്തുവിട്ടിട്ടില്ല. ഒരാൾക്ക് എത്ര ടിക്കറ്റ് ലഭിക്കും, ടിക്കറ്റിന്റെ വില, എങ്ങനെ ബുക്ക് ചെയ്യാം തുടങ്ങിയ കാര്യങ്ങളിൽ വ്യക്തത വരാൻ നാളെ വരെ കാത്തിരിക്കണം. ലോകകപ്പിൽ മത്സരിക്കുന്ന ടീമുകളുടെ ഗ്രൂപ്പ് നിർണ്ണയിക്കുന്നതിനുള്ള നറുക്കെടുപ്പ് ഏപ്രിൽ 1 ദോഹയിൽ വെച്ചാണ് നടക്കുന്നത്. ഫിഫയുടെ വാർഷിക യോഗത്തിന് ശേഷമാകും നറുക്കെടുപ്പ്. 32 ടീമുകൾ പങ്കെടുക്കുന്ന അവസാനത്തെ ലോകകപ്പ് കൂടിയാകും ഇത്. ആതിഥേയരായ ഖത്തർ അടക്കം 13 ടീമുകൾ ഇതുവരെ യോഗ്യത നേടി. യൂറോപ്പിൽ നിന്ന് 10 ടീമുകളും ലാറ്റിൻ അമേരിക്കയിൽ നിന്ന് ബ്രസീലും അർജന്റീനയുമാണ് ടിക്കറ്റ് ഉറപ്പിച്ചവർ. യോഗ്യതാ മത്സരങ്ങളെല്ലാം അവസാന ഘട്ടത്തിലേക്ക് കടന്നിട്ടുണ്ട്. യൂറോപ്പിൽ ഇനി പ്ലേ ഓഫ് മത്സരങ്ങൾ മാത്രമാണ് അവശേഷിക്കുന്നത്. കിക്ക് ഓഫിന് മാസങ്ങൾക്ക് മുമ്പേ തന്നെ ഒരുക്കങ്ങൾ പൂർത്തിയാക്കി കാത്തിരിക്കുകയാണ് ഖത്തർ. 8 സ്റ്റേഡിയങ്ങളിൽ ഫൈനൽ നടക്കുന്ന ലുസൈൽ സ്റ്റേഡിയം മാത്രമാണ് ഉദ്ഘാടനം ചെയ്യാനുള്ളത്. മീഡിയ 1, ദോഹ. കോവിഡ് കാലത്ത് പ്രവാസികൾക്ക് തണലേകിയവരെ ആദരിക്കാൻ മീഡിയ 1 ഏർപ്പെടുത്തിയ ബ്രേവ് ഹാർട്ട് പുരസ്കാരങ്ങൾ ഒമാനിൽ വിതരണം ചെയ്തു. ഒമാനിലെ 11 കൂട്ടായ്മകളാണ് പുരസ്കാരത്തിന് അർഹരായത്. സേവനത്തിനിടെ ജീവൻ വെടിഞ്ഞ 3 ആരോഗ്യ പ്രവർത്തകർക്ക് മരണാനന്തര ബഹുമതിയും കൈമാറി. മസ്കത്ത് റൂവിയിലെ ഗോൾഡൻ തുലിപ്പ് ഹോട്ടലിൽ നടന്ന പ്രൗഢമായ ചടങ്ങിൽ വ്യവസായ പ്രമുഖൻ ഡോക്ടർ ഗൾഫാർ പി മുഹമ്മദ് അലിയാണ് മീഡിയ 1 ബ്രേവ് ഹാർട്ട് പുരസ്കാരങ്ങൾ വിതരണം ചെയ്തത്. അഭിപ്രായ ഭിന്നതകൾക്കിടയിലും പ്രതിസന്ധികളിൽ മലയാളികൾ ഒന്നിച്ചു നിൽക്കുമെന്നത് അഭിനന്ദനീയമാണെന്ന് അദ്ദേഹം പറഞ്ഞു. We Malayalis, although we are divided in many groups and sections, but whenever there is a calamity, we are one and we act. And that's a great quality of Kerala's. And I should congratulate, including me, on that note. I would like to appreciate, recognize the hard work done, the volunteer service done by these organizations, and also I bow my head for those people who sacrificed their life in fighting the COVID. ഒമാനിലെ 11 കൂട്ടായ്മകൾ പുരസ്കാരം ഏറ്റുവാങ്ങി. മീഡിയ 1 ബ്രേവ് ഹാർട്ട് പുരസ്കാരം സ്വീകരിക്കാനായി മസ്കത്ത് KMCCയുടെ പ്രസിഡന്റ് ഇത്തരം ഒരു അംഗീകാരം, അവാർഡ് തീർച്ചയായിട്ടും നമ്മളെപ്പോലുള്ള ആളുകളുടെ ഉത്തരവാദിത്വം കൂട്ടുകയാണ് ഉതക്കുകയുള്ളൂ എന്ന് വിശ്വസിക്കുന്നവരാണ്. മീഡിയ 1 പ്രസ്ഥാനം ഇത്തരം ഒരു അവാർഡ് പ്രഖ്യാപിച്ചതിൽ വളരെയധികം സന്തോഷമുണ്ട്, നന്ദിയുണ്ട്. ഗൾഫിലെ ഇടത് സഹയാത്രികരുടെ കൂട്ടായ്മയായ കൈരളി ഒമാനയാണ്. അവാർഡ് ലഭിച്ചതിൽ ഞങ്ങൾക്ക് അതൊരു അംഗീകാരമായിട്ട് കണക്കാക്കുന്നു. ഞങ്ങളെ സംബന്ധിച്ച് ജീവകാരുണ്യ സാമൂഹ്യക്ഷേമ പ്രവർത്തനങ്ങൾ, അതുപോലെ മറ്റ് ഈ പ്രവാസികൾക്കിടയിലുള്ള ക്ഷേമ പ്രവർത്തനങ്ങളെല്ലാം തന്നെ എല്ലാ കാലത്തും ഞങ്ങളുടെ സംഘടനയുടെ ഉദ്ദേശ ലക്ഷ്യങ്ങളിൽ പ്രധാനപ്പെട്ടതാണത്. അടുത്തതായി വേദിയിലേക്ക് ക്ഷണിക്കുന്നത് പ്രവാസി വെൽഫെയർ ഒമാന്റെ
ഭാരവാഹികളെയാണ്. തീർച്ചയായും ഈ പ്രവർത്തനങ്ങൾക്ക് ചുക്കാൻ പിടിച്ച, അതിന് നേതൃത്വം കൊടുത്ത, ഇതിന് പ്രവാസി വെൽഫെയർ ഫോറം ഒമാനെ അർഹനാക്കിയ എല്ലാ പ്രവർത്തകരോടുള്ള ഹൃദ്യമായ അഭിവാദ്യങ്ങളും ഊഷ്മളമായിട്ടുള്ള സ്നേഹവും കടപ്പാടും ഇവിടെ അറിയിക്കുവാൻ ഈ സന്ദർഭത്തിൽ ഈ അവാർഡ് ഏറ്റുവാങ്ങിക്കൊണ്ട് അറിയിക്കുവാൻ ഞാൻ ആഗ്രഹിക്കുകയാണ്. ICF ഒമാൻ കേരളത്തിലെ മുസ്ലിം ജമാഅത്തിന്റെ പ്രവാസി സംഘടനയായ ഇന്ത്യൻ അവിനാഷ് കുമാർ. നമുക്ക് മുന്നോട്ടുള്ള നമ്മുടെ കാര്യത്തിൽ ഇത്തരം അവാർഡുകൾ പ്രചോദനമാകും. ഇതുപോലുള്ള വിവിധങ്ങളായ അവാർഡുകൾ ICFനെ തേടി എത്തിയിട്ടുമുണ്ട് എന്നുള്ളതാണ് വസ്തുത. അവാർഡ് നൽകുന്നത് SDPIയുടെ പോഷക വിഭാഗമായ സോഷ്യൽ ഫോറത്തിനാണ്. പിന്നെ ഇത്തരം ഒരു പരിപാടി മീഡിയ വൺ സംഘടിപ്പിച്ചതിൽ നമുക്ക് വളരെയധികം സന്തോഷമുണ്ട്. അതോടൊപ്പം തന്നെ അതിൽ നമ്മളെ ഉൾപ്പെടുത്തിയതിൽ നമ്മൾ പ്രത്യേകം നന്ദി അറിയിക്കുന്നു. OICCക്ക് വേണ്ടിയുള്ള പുരസ്കാരം സ്വീകരിക്കുന്നതിനായി പ്രതിസന്ധി ഘട്ടങ്ങളിൽ പ്രവാസ ലോകത്ത് താങ്ങും തണലായും ഒരു കൈത്താങ്ങായി നിൽക്കുവാനുള്ള ഊർജവും പ്രചോദനവുമാണ് ഈ അവാർഡിനെ ഞാൻ നോക്കിക്കാണുന്നത്. അടുത്തതായി പുരസ്കാരം സമ്മാനിക്കുന്നത് ഇന്ത്യൻ സോഷ്യൽ ക്ലബിന്റെ മലയാളം വിങ്. മലയാളം വിങ്ങിൻ്റെ സിൽവർ ജൂബിലി ആഘോഷം നടന്നുകൊണ്ടിരിക്കുന്ന സമയമാണ്. ഈ സമയത്ത് ഈ അവാർഡ് കിട്ടിയതിൽ നമുക്ക് വളരെയധികം സന്തോഷമുണ്ട്. കോവിഡ് തുടങ്ങിയ അന്ന് മുതൽ ഈ നിമിഷം വരെ, ഇപ്പോഴും ഈ കണ്ടിന്യൂ നിമിഷം വരെ പ്രവാസികൾക്കിടയിൽ നിന്ന് അശാന്തമായി പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്ന ഒരു സംഘടന സലാല KMCCയുടെ ഭാരവാഹി പ്രസിഡന്റ് നാസർ പെരിങ്ങൽ. കോവിഡ് കാലഘട്ടത്തിൽ ഏറ്റവും കൂടുതൽ ശക്തിയോടുകൂടി ധൈര്യത്തോടുകൂടി സാധാരണക്കാരിൽ ഇറങ്ങി പ്രവർത്തിച്ച സലാല KMCCയുടെ എല്ലാ പ്രവർത്തകർക്കും വേണ്ടി ഞാൻ ഈ അവാർഡ് നൽകുകയാണ്. അടുത്തതായി പുരസ്കാരം നൽകുന്നത് ഇന്ത്യൻ വെൽഫെയർ ഫോറം സലാലയുടെ ഭാരവാഹികൾക്കാണ്. പ്രവാസികളെ ചേർത്ത് നിർത്തുന്നു എന്നുള്ളത് വളരെ സന്തോഷകരമാണ്. മാത്രമല്ല, ഞാൻ ഈ അവാർഡ് GCCയിലെ കേരളം എന്നറിയപ്പെടുന്ന സലാലയ്ക്ക് വേണ്ടി ഡെഡിക്കേറ്റ് ചെയ്യുകയാണ്. സലാലയിലെ PDPയുടെ പോഷക വിഭാഗമായ PCF സലാലയുടെ ഞങ്ങളുടെ പാർട്ടി ചെയർമാൻ അബ്ദുൽ നാസർ മഹദനിക്ക് ഈ സേവന രംഗത്ത് ഈ പ്രവർത്തിക്കാനുള്ള ഈ ആർജം ഞങ്ങൾക്ക് തന്ന പാർട്ടി ചെയർമാന് ആദ്യമായി ഈ അവാർഡ് സമർപ്പിക്കുന്നു. പ്രായോജകരായ ഗസൽ ഫുഡ്സ് എക്സിക്യൂട്ടീവ് ഡയറക്ടർ ഹസ്ലിൻ സലീം, സീ പ്രൈഡ് ഗ്രൂപ്പ് MD അമീൻ, ഗൾഫ് ടെക് ഗ്രൂപ്പ് ഡിവിഷണൽ മാനേജർ UK മുസമ്മിൽ, അൽ ജദീദ് എക്സ്ചേഞ്ച് ജനറൽ മാനേജർ അവിനാഷ് തുടങ്ങിയവർ സർട്ടിഫിക്കറ്റുകൾ വിതരണം ചെയ്തു. മീഡിയ വൺ മിഡിൽ ഈസ്റ്റ് എഡിറ്റോറിയൽ വിഭാഗം മേധാവി MCA നാസർ, ഒമാൻ കോർഡിനേഷൻ കമ്മിറ്റി ചെയർമാൻ PB സലീം, ബ്രേവ് ഹാർട്ട് അവാർഡ് ഇവന്റ്സ് കമ്മിറ്റി കൺവീനർ ഷക്കീൽ ഹസൻ, KA സലാഹുദ്ദീൻ തുടങ്ങിയവർ സംസാരിച്ചു. ബിനു എസ് കൊട്ടാരക്കര, മീഡിയ വൺ, മസ്കത്ത്. കോവിഡ് പോരാട്ടത്തിനിടെ മരണം വരിച്ച ഒമാനിലെ 3 ആരോഗ്യ പ്രവർത്തകർക്കാണ് മീഡിയ വൺ ബ്രേവ് ഹാർട്ട് വ്യക്തിഗത പുരസ്കാരങ്ങൾ സമർപ്പിച്ചത്. മരണാനന്തര ബഹുമതി ഏറ്റുവാങ്ങാൻ കുടുംബാംഗങ്ങളും സുഹൃത്തുക്കളും വേദിയിലെത്തി. വൈകാരികമായിരുന്നു ബ്രേവ് ഹാർട്ട് പുരസ്കാര ചടങ്ങ്. കോവിഡ് പോരാട്ടത്തിൽ മറ്റുള്ളവർക്കായി സ്വന്തം ജീവൻ സമർപ്പിച്ച മസ്കത്തിലെ പാവങ്ങളുടെ ഡോക്ടർ, ചങ്ങനാശ്ശേരി സ്വദേശി ഡോക്ടർ രാജേന്ദ്രൻ നായർ, ആരോഗ്യ മന്ത്രാലയത്തിലെ നഴ്സ് ബ്ലെസി തോമസ്, റുസ്താഖ് ആശുപത്രിയിലെ നഴ്സ് രമ്യ റജുലാൽ എന്നിവർക്കായിരുന്നു മരണാനന്തര ബഹുമതി. അമ്മയുടെ പേരിലുള്ള പുരസ്കാരം ഏറ്റുവാങ്ങാൻ ബ്ലെസി തോമസിന്റെ മക്കളായ കെസിയയും കെവിനും ഭർത്താവ് സാം തോമസിനൊപ്പം എത്തിയത് സദസ്സിന്റെ കണ്ണ് നനയിച്ചു. ഓർമ്മകൾക്ക് മുന്നിൽ വിങ്ങിയാണ് കുടുംബം പ്രതികരിച്ചത്. മീഡിയ വൺ ബ്രേവ് ഹാർട്ട് എന്നുള്ള അവാർഡ് തന്നതിലും ഞങ്ങൾ കുടുംബമായിട്ട് സന്തോഷമുണ്ട്. ഞങ്ങൾ കുടുംബമായിട്ടുള്ള നന്ദി അറിയിക്കുന്നു. നഴ്സിംഗ് സമൂഹത്തിനൊരു മാതൃകയായിരുന്നു. നല്ല വ്യക്തിത്വത്തിന് ഉടമയായിരുന്നു. നല്ല ആത്മാർത്ഥമായിട്ട് ജോലി ചെയ്ത ഒരാളായിരുന്നു. നഷ്ടപ്പെട്ടു പോയി. ഡോക്ടർ രാജേന്ദ്രൻ നായർക്ക് വേണ്ടി അദ്ദേഹത്തിന്റെ ദീർഘകാല സഹപ്രവർത്തകനും ക്ലിനിക് മാനേജറുമായ ശശി ചേറുങ്കോട് ബ്രേവ് ഹാർട്ട് പുരസ്കാരം ഏറ്റുവാങ്ങി. അദ്ദേഹം ഇവിടെ കോവിഡ് വന്നതിന് ശേഷം ഞാൻ അദ്ദേഹത്തോട് പറഞ്ഞായിരുന്നു, നമുക്ക് ക്ലിനിക്ക് അടച്ചിട്ട് മാറി നിൽക്കാം, ഒന്ന് അറിഞ്ഞിട്ട് പിന്നെ നമുക്ക് തുറക്കാമെന്ന് പറഞ്ഞപ്പോൾ അദ്ദേഹം പറഞ്ഞു എന്നോട്, ശശി, നമ്മളിതിപ്പോൾ ക്ലിനിക്ക് അടച്ച ഇവിടുത്തെ പാവപ്പെട്ട രോഗികൾ
എന്തു ചെയ്യും, അവരെവിടെ പോകും എന്നാണ് പറഞ്ഞത്. കാരണം എൻ്റെ അറിവിൽ ഒരു റിയാലിന് കൺസൾട്ടേഷൻ വാങ്ങിച്ച് ചികിത്സിച്ച ഏക ഡോക്ടർ രാജേന്ദ്രൻ നായരാണ് എന്നാണ് എൻ്റെ അറിവ്. ഇവിടുത്തെ ഗർഭിണിയായിരിക്കെ മരണത്തിന് കീഴടങ്ങിയ റുസ്താഖ് ആശുപത്രിയിലെ നഴ്സ് രമ്യ റിജ്ലാലിന് വേണ്ടിയുള്ള പുരസ്കാരം സ്വീകരിക്കാൻ ബന്ധു അഭിൻ, സഹപ്രവർത്തകരായ രാജി നൈനാൻ, നിതിൻ ശിവദാസ് എന്നിവരും വേദിയിലെത്തി. പിന്നെ രമ്യയെക്കുറിച്ച് പറയുകയാണെങ്കിൽ എല്ലാത്തിനും വളരെ ആക്റ്റീവായിട്ടുള്ള ഒരു വ്യക്തിത്വമാണ് രമ്യ. എന്താ പറയുക, പ്രഗ്നൻ്റ് ആയിട്ട് പോലും അവൾ ലീവ് എടുക്കാൻ പറഞ്ഞിട്ട് പോലും ലീവ് എടുക്കാതെ അത് സേവനരംഗത്ത് സജീവമായിട്ട് മുന്നോട്ട് പോയതായിരുന്നു. സ്വന്തം കാണാതെ കുഞ്ഞിനെ പോലും മുന്നോട്ട് സ്വന്തം ജീവൻ പോലും അർപ്പിച്ചുകൊണ്ട് അവളെ രക്ഷിക്കാൻ വേണ്ടിയാണ് അവർ കൂടുതൽ ശ്രമിച്ചത്. സുപ്രീം കോടതി നിർദ്ദേശപ്രകാരം കോവിഡ് ബാധിച്ച് മരിച്ച ഇന്ത്യക്കാർക്കുള്ള ധനസഹായം നൽകുമ്പോൾ പ്രവാസി കുടുംബങ്ങളെ കൂടി പരിഗണിക്കാൻ സർക്കാരുകൾ മുന്നോട്ട് വരണമെന്ന് മീഡിയ വൺ ബ്രേവ് ഹാർട്ട് പുരസ്കാരദാന ചടങ്ങ് ആവശ്യപ്പെട്ടു. മീഡിയ വൺ, മസ്കത്ത്. 31ാമത് ദോഹ പുസ്തകമേളയിൽ കുട്ടികൾക്കും പ്രവേശനം അനുവദിച്ചു. മേള അവസാനിക്കുന്ന ദിവസമായ ജനുവരി 22 വരെ മുൻകൂർ രജിസ്റ്റർ ചെയ്തുകൊണ്ട് പ്രവേശനം നൽകുമെന്ന് സംഘാടകർ അറിയിച്ചു. കോവിഡ് സുരക്ഷാ മുൻകരുതലുകൾ പാലിച്ചുകൊണ്ടെത്തുന്ന കുട്ടികൾക്ക് വൈകിട്ട് 4 മണി മുതൽ രാത്രി 9 മണി വരെ മേള സന്ദർശിക്കാം. ഒരേ സമയം പ്രവേശിക്കാവുന്ന കുട്ടികളുടെ എണ്ണത്തിൽ നിയന്ത്രണങ്ങളുണ്ട്. പരമാവധി ശേഷിയുടെ 15% കുട്ടികൾക്കാണ് പുസ്തകമേളയിൽ ഒരേ സമയം സന്ദർശനം നടത്താൻ കഴിയുക. പരമാവധി ശേഷി 2000 ആയതിനാൽ 300 കുട്ടികൾക്ക് വരെ ഒരേ സമയം മേളയിലെത്താം. കുട്ടികളുടെ കൂടെ രക്ഷിതാക്കളോ അധ്യാപകരോ ഉണ്ടായിരിക്കണമെന്ന നിബന്ധനയും മുന്നോട്ട് വെച്ചിട്ടുണ്ട്. നേരത്തെ കോവിഡ് സാഹചര്യം കണക്കിലെടുത്ത് 12 വയസ്സിൽ താഴെയുള്ള കുട്ടികളെ മേളയിൽ പ്രവേശിപ്പിക്കില്ല എന്ന് തീരുമാനിച്ചിരുന്നു. മീഡിയ വൺ, ദോഹ. OICC ലൈബീരിയ നാഷണൽ കമ്മിറ്റി രൂപീകരിച്ചു. ആദ്യ യോഗം ഗ്ലോബൽ ചെയർമാൻ കുമ്പളത്ത് ശങ്കരപിള്ള ഉദ്ഘാടനം ചെയ്തു. പ്രതിപക്ഷ നേതാവ് VD സതീശൻ ഓൺലൈൻ വഴി മുഖ്യപ്രഭാഷണം നടത്തി. OICC ഇൻകാസ് ഒമാൻ ജനറൽ സെക്രട്ടറി NO ഉമ്മർ മെമ്പർഷിപ്പ് ക്യാമ്പയിനും എൽദോസ് കുന്നപ്പള്ളി MLA മെമ്പർഷിപ്പ് വിതരണോദ്ഘാടനവും നിർവഹിച്ചു. KPCC സെക്രട്ടറി BRM ഷഫീർ, കൊടിക്കുന്നിൽ സുരേഷ് MP, ഡോക്ടർ S സരിൻ എന്നിവർ പങ്കെടുത്തു. സിബിൻ തോമസ്, ജിജോ ഫിലിപ്പ്, സജി ആന്റണി എന്നിവർ നന്ദി പ്രകാശിപ്പിച്ചു. മനു പവിത്രൻ, ദാസ് പ്രകാശ് ജോസഫ് എന്നിവർ പ്രസംഗിച്ചു. UAE നേതൃത്വത്തിൽ ശിവഗിരി തീർത്ഥാടന സംഗമം സംഘടിപ്പിച്ചു. SNDP യോഗം ജനറൽ സെക്രട്ടറി ശ്രീ വെള്ളാപ്പള്ളി നടേശൻ തീർത്ഥാടന സമ്മേളനം ഉദ്ഘാടനം ചെയ്തു. ദുബൈ കറാമയിലെ SNG ഹാളിൽ നടന്ന ചടങ്ങ് ആയിരങ്ങളാണ് ഓൺലൈൻ മുഖേന വീക്ഷിച്ചത്. വെളുപ്പിന് 5-ന് ഗണപതി പൂജയോടെയായിരുന്നു തുടക്കം. ശിവദാസൻ പൂവാർ പതാക ഉയർത്തി. തുടർന്ന് ഗുരുദേവ ഭജന, ശാരദാ പൂജ, ഗുരുപൂജ, സർവൈശ്വര്യ പൂജ, ശാന്തി ഹവനം, തീർത്ഥാടന ഘോഷയാത്ര എന്നിവയും ഏർപ്പെടുത്തിയിരുന്നു. 2010 മുതൽ ദുബൈയിൽ തീർത്ഥാടന സംഗമം സംഘടിപ്പിച്ചു വരുന്നുണ്ട്. സമ്മേളനത്തിൽ SNDP യോഗം സെൻട്രൽ കമ്മിറ്റി ചെയർമാൻ MK രാജൻ അധ്യക്ഷത വഹിച്ചു. SNDP യോഗം ജനറൽ സെക്രട്ടറി വെള്ളാപ്പള്ളി നടേശൻ തീർത്ഥാടന സമ്മേളനം ഉദ്ഘാടനം ചെയ്തു. സച്ചിദാനന്ദ സ്വാമികൾ അനുഗ്രഹ പ്രഭാഷണം നടത്തി. ഋദംബരാനന്ദ സ്വാമികൾ തീർത്ഥാടന സന്ദേശം നൽകി. ഗുരുപ്രസാദ് സ്വാമികൾ, പുന്നക്കൻ മുഹമ്മദ് അലി എന്നിവർ മുഖ്യപ്രഭാഷണം നിർവഹിച്ചു. KS വാചസ്പതി, പ്രസാദ് ശ്രീധരൻ, ഷൈൻ കെ ദാസ്, JRC ബാബു, സാജൻ സത്യ, ഉഷാ ശിവദാസൻ, സുധീഷ് സുഗതൻ, ജയപ്രകാശ് കപ്ലങ്ങാട്ട്, നിസാൻ ശശിധരൻ എന്നിവർ സംസാരിച്ചു. സനൽ ശാന്തിയെ ചടങ്ങിൽ ആദരിച്ചു. UAE വിവിധ യൂണിയനുകളുടെ നേതൃത്വത്തിൽ കലാപരിപാടികളും അരങ്ങേറി. മീഡിയ വൺ, ദുബൈ. സൂഖ് അൽവർസാനിലെ ലുലു ഹൈപ്പർ മാർക്കറ്റ് പൊങ്കൽ ആഘോഷം സംഘടിപ്പിച്ചു. മോഹിനിയാട്ടം, കുമ്മി ഉൾപ്പെടെയുള്ള ആഘോഷ പരിപാടികൾ അരങ്ങേറി. പൊങ്കൽ കോല മത്സരങ്ങളും നടന്നു. വിജയികൾക്കുള്ള പുരസ്കാരങ്ങൾ ലുലു സൂഖ് അൽവർസാൻ ജനറൽ മാനേജർ നിസാം കൊല്ലം വിതരണം ചെയ്തു. ഒമാനിലെ മക്ക ഹൈപ്പർ മാർക്കറ്റിന്റെ പുതിയ ശാഖ മസ്കത്തിലെ അൽ ഗോപ്രയിൽ പ്രവർത്തനം ആരംഭിച്ചു. സ്ഥാപനത്തിന് 33ാമത്തെ ശാഖയാണ് ഉദ്ഘാടനം ചെയ്തത്. മക്ക ഹൈപ്പർ മാർക്കറ്റിന്റെ അൽഗോബ്രയിലെ പുതിയ ശാഖ സാഹിദ് ഷുഹൈബ് ബിൻ ഫാത്തിഖ് അൽ സെയ്ദാണ് തുറന്നുകൊടുത്തത്. 2 നിലകളിലായാണ് ഹൈപ്പർ മാർക്കറ്റ് സജ്ജീകരിച്ചിരിക്കുന്നത്. ലോകത്തിന്റെ എല്ലാ ഭാഗത്തു നിന്നുമുള്ള ഭക്ഷ്യേതര സാധനങ്ങളും ഒരുക്കിയിരിക്കുന്നതായി മാനേജിംഗ് ഡയറക്ടർ മമ്മൂട്ടി, എക്സിക്യൂട്ടീവ് ഡയറക്ടർമാരായ സെയ്ഫ് മുഹമ്മദ് അബ്ദുള്ള അൽനാമാനി,
ഹിലാൽ മുഹമ്മദ്, സിനാൻ മുഹമ്മദ്, മനാഫ് PV, ഗ്രൂപ്പ് ജനറൽ മാനേജർ സലീം സജിത്ത് എന്നിവർ പറഞ്ഞു. ഇത് നമ്മൾ 33rd ഔട്ട്ലെറ്റ് ആണ് മക്ക ഹൈപ്പർ മാർക്കറ്റിൻ്റെ ഒമാനിൽ. അപ്പം ഇതുവരെ സപ്പോർട്ട് ചെയ്ത എല്ലാവർക്കും നന്ദി. നമ്മളെ കസ്റ്റമർ സർവീസും എല്ലാത്തിനും നമ്മൾ നല്ല 100% കൊടുക്കുന്നുണ്ട്. അപ്പോൾ അതേപോലെ തന്നെ നിങ്ങളെ സപ്പോർട്ട് നമ്മൾ ആഗ്രഹിക്കുന്നു. നമ്മൾ ഈ 33ാമത്തെ മക്ക ഗ്രൂപ്പിൻ്റെ ഓപ്പണിങ്ങിന് വന്ന മുഴുവൻ ജനങ്ങൾക്കും നന്ദി പറയുന്നു. അതുപോലെ തന്നെ നിങ്ങളെ എല്ലാവിധ സപ്പോർട്ടിനും വീണ്ടും വീണ്ടും നന്ദി പറഞ്ഞുകൊണ്ട് വീണ്ടും ഇൻഷാ അല്ലാഹ് അടുത്ത ബ്രാഞ്ച് ഓപ്പണിംഗ് ആയിട്ട് നമുക്ക് കാണാം. ഹൈപ്പർ മാർക്കറ്റിന്റെ ഉദ്ഘാടനത്തോടനുബന്ധിച്ച് ഒട്ടേറെ ആനുകൂല്യങ്ങൾ പ്രഖ്യാപിച്ചിട്ടുണ്ട്. കൂടുതൽ ഹൈപ്പർ മാർക്കറ്റുകൾ വിവിധ ഭാഗങ്ങളിൽ താമസിയാതെ തുറക്കുമെന്ന് മാനേജ്മെന്റ് പ്രതിനിധികൾ അറിയിച്ചു. മീഡിയ 1 മസ്കത്ത്. ദുബായ് കിസൈസിൽ ഒമർ അൽ മർസൂക്കി ബിസിനസ് സർവീസ് എന്ന സ്ഥാപനം പ്രവർത്തനം തുടങ്ങി. ദുബായ് പോലീസിലെ മുതിർന്ന ഉദ്യോഗസ്ഥൻ ക്യാപ്റ്റൻ ഉമർ മുഹമ്മദ് സുഹൈർ അൽ മർസൂക്കി ഉദ്ഘാടനം നിർവഹിച്ചു. സർക്കാർ വകുപ്പുകളുമായി ബന്ധപ്പെട്ട എല്ലാ സേവനങ്ങളും ഇവിടെ ലഭ്യമായിരിക്കും. ജുബ അൽ മെഹരി ഗ്രൂപ്പ് ഓഫ് കമ്പനിയുടെ സഹോദര സ്ഥാപനമാണ് ഒമർ അൽ മർസൂക്കി ബിസിനസ് സർവീസ് LLD. മുഹമ്മദ് ഷാനിദ്, തമീം അബൂബക്കർ, സാദിഖ് AM, K മുസ്തഫ, AK ഫൈസൽ, റിയാസ് കിൽട്ടൺ തുടങ്ങിയവർ ഉദ്ഘാടന ചടങ്ങിൽ പങ്കെടുത്തു. ബഹ്റൈനിലെ ഈസ ടൗണിൽ നിന്നും കാണാതായ പെൺകുട്ടിയെ കണ്ടെത്തി. 14 വയസ്സ് പ്രായമുള്ള കുട്ടിയുടെ തിരോധാനവുമായി ബന്ധപ്പെട്ട് നടത്തിയ അന്വേഷണത്തിൽ 31കാരനായ ബഹ്റൈൻ പൗരൻ പിടിയിലായതായി പോലീസ് അറിയിച്ചു. പ്രതിയെ പബ്ലിക് പ്രോസിക്യൂഷന് കൈമാറി. ഇനി കാലാവസ്ഥ റിപ്പോർട്ട് നോക്കാം. റിയാദിൽ കുറഞ്ഞ താപനില 9 ഡിഗ്രി സെൽഷ്യസ്, കൂടിയ താപനില 11 ഡിഗ്രി സെൽഷ്യസ്. ജിദ്ദയിൽ കുറഞ്ഞ താപനില 19 ഡിഗ്രി സെൽഷ്യസ്, കൂടിയ താപനില 25 ഡിഗ്രി സെൽഷ്യസ്. ദമാമിൽ കുറഞ്ഞ താപനില 12 ഡിഗ്രി സെൽഷ്യസ്, കൂടിയ താപനില 16 ഡിഗ്രി സെൽഷ്യസ്. ദോഹയിൽ കുറഞ്ഞ താപനില 18 ഡിഗ്രി സെൽഷ്യസ്, കൂടിയ താപനില 24 ഡിഗ്രി സെൽഷ്യസ്. കുവൈറ്റ് സിറ്റിയിൽ കുറഞ്ഞ താപനില 6 ഡിഗ്രി സെൽഷ്യസ്, കൂടിയ താപനില 14 ഡിഗ്രി സെൽഷ്യസ്. ദുബൈയിൽ കുറഞ്ഞ താപനില 16 ഡിഗ്രി സെൽഷ്യസ്, കൂടിയ താപനില 25 ഡിഗ്രി സെൽഷ്യസ്. അബുദാബിയിൽ കുറഞ്ഞ താപനില 14 ഡിഗ്രി സെൽഷ്യസ്, കൂടിയ താപനില 24 ഡിഗ്രി സെൽഷ്യസ്. വിനിമയ നിരക്ക് നോക്കാം. സൗദി റിയാലിന് 19.98 രൂപ, UAE ദിർഹത്തിന് 20.31 രൂപ, ഖത്തർ റിയാലിന് 20.56 രൂപ, ഒമാൻ റിയാലിന് 193.32 രൂപ, കുവൈറ്റ് ദിനാറിന് 246.47 രൂപ, ബഹ്റൈൻ ദിനാറിന് 197.43 രൂപ.